കഴിഞ്ഞ 50 വർഷത്തിലേറെയായി വെടിക്കെട്ട് നിർമ്മാണ ജോലികളിൽ സജീവമാണ് 74-കാരിയായ പ്രേമ. കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ട് ഇന്നലെ ഉച്ചയോടെ മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് പുരയിൽ നിന്നും മടങ്ങിയതിനാലാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. 33 വർഷം മുൻപ് പ്രേമയുടെ ഭർത്താവ് മരിച്ചത് ഒരു വെടിക്കെട്ട് അപകടത്തിൽ തന്നെയാണ്. 52 വർഷമായിട്ടുണ്ട് ഇങ്ങനെ പടക്കം നിർമ്മിക്കാൻ തുടങ്ങിയിട്ടല്ലേ? എന്റെ പേര് പ്രേമ. ഇതെങ്ങനെയാ നമ്മളിങ്ങനെ ഈ പടക്കം ഉണ്ടാക്കുന്നത്? ഞങ്ങള് ആദ്യം ഓലയെടുക്കും, ഓലയെടുത്ത് തിരിവെക്കും, തിരിവെച്ചിട്ട് മരുന്ന് കോരിയിടും, മരുന്ന് കോരിയിട്ടിട്ട് അത് ചുറ്റും, ചുറ്റിയിട്ട് കോർത്ത് വലിക്കും, കോർത്ത് വലിച്ച് അതിന്റെ പാല് മുറിച്ച് തഴക്കിടും. 21-ാം വയസ്സിൽ വെടിക്കെട്ടുകാരനായ ഭർത്താവിനൊപ്പം ഇറങ്ങിയതാണ് ഏത് നിമിഷവും അപകടം പതിയിരിക്കുന്ന ഈ പടക്ക നിർമ്മാണ മേഖലയിലേക്ക്. ഇക്കാലത്തിനിടയിൽ ചെറിയ രീതിയിൽ അപകടം സംഭവിച്ചിരുന്നെങ്കിലും ഇങ്ങനെയൊരു പൊട്ടിത്തെറി ആദ്യമാണ്. എല്ലാ ദിവസവും വൈകിട്ട് വരെ ജോലി ചെയ്യുന്ന പ്രേമ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ടാണ് ഉച്ചയോടുകൂടി ജോലിസ്ഥലത്തു നിന്നും ഇറങ്ങിയത്. ഉച്ചമയക്കത്തിനിടയിലാണ് ആ ശബ്ദം കേട്ടത്. കഴിഞ്ഞു കിടന്നു, ഞാൻ അവിടെ നിന്ന് കിടന്നു. അപ്പോൾ ഇവർ പറഞ്ഞു എന്തോ ഒരു സൗണ്ട് എന്ന് പറഞ്ഞ്, ഇടിവെട്ടാണോ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇറങ്ങി നിന്നു. ഞാൻ ഇറങ്ങി ഓടുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവൂല ഇന്ന സംഭവം എന്നുള്ളത് എനിക്കറിയാം. അയ്യോ ചതിക്കൽ കഴിഞ്ഞു, വെടിക്കെട്ടിൽ അപകടം പിടിച്ചുള്ളതാണ് കേട്ടോ, ഇത്രയും വലിയ വെടിക്കെട്ടല്ലേ, അത് അപകടം പിടിച്ചുള്ളതാണ്, എങ്ങനെയത് സംഭവിച്ചതെന്നുള്ളത് അറിയില്ല. ശബ്ദം കേട്ടപ്പോൾ തന്നെ വലിയ അപകടമാണെന്ന് തിരിച്ചറിയാൻ മാത്രം അനുഭവ സമ്പത്ത് പ്രേമയ്ക്കുണ്ടായിരുന്നു. ഭാഗ്യം തുണച്ചെങ്കിലും ജീവനക്കാരുടെ കൂട്ടത്തിലെ സീനിയറായ തനിക്ക് തന്റെ പ്രിയ സഹോദരങ്ങളെ ഇനി കാണാനാകില്ല എന്ന സങ്കടം ഉള്ളിൽ വിങ്ങലാണ്. ഞങ്ങൾ ഈ അമ്പലത്തിൽ കളമൊക്കെ അല്ലേ, അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് അവരെനിക്കൊന്ന് പോയി കാണണ്ടല്ലോ, അവരും പരിചയക്കാരല്ലേ, അവരൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കണത്, അപ്പം അതുകൊണ്ട് പോകണം. പടക്ക നിർമ്മാണം തനിക്ക് വെറുമൊരു തൊഴിലല്ല, ജീവശ്വാസമെന്ന് പ്രേമ പറയുന്നു. അതുകൊണ്ടാണ് വീട്ടുകാർ പോകേണ്ട എന്ന് പറഞ്ഞിട്ടും പൂരക്കാലമായാൽ വെടിക്കെട്ട് നിർമ്മാണപ്പുരയിൽ എത്തിയില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു തളർച്ചയാണ്. 34 വർഷം മുമ്പ് ഭർത്താവ് ഒരു വെടിക്കെട്ട് അപകടത്തിനിടെ മരിച്ചപ്പോൾ ഒന്ന് പതറിയെങ്കിലും തൊഴിൽ കൈവിടാൻ തോന്നിയില്ല. ഇത്തവണ ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് പ്രേമ രക്ഷപ്പെട്ടത്. മനസ്സില്ലാ മനസ്സോടെ പ്രേമ ആ തീരുമാനമെടുത്തു. വെടിക്കെട്ടിന്റെ ലോകത്തേക്ക് ഇനിയില്ല. ക്യാമറമാൻ സുജിൽ ഗുരുവായൂരിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.